ഹായ് എവ്രി വൺ. നമ്മുടെ വരുന്ന ഡിസംബർ 2025 CMA ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വരുന്ന അറ്റംപ്റ്റിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈച്ച് ആൻഡ് എവറിത്തിങ് വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് കേട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ജൂൺ 2025, അതായത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടി ഞാനൊരു ബാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു ഫീല് ഗ്രൂപ്പ് ഫുള്ളായിട്ട് കൊടുത്തുകൊണ്ടും സബ്ജക്റ്റ് വൈസ് ആയിട്ട് കൊടുത്തുകൊണ്ടും ഞാൻ നന്നായിട്ട് എനിക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം ഇട്ടുകൊണ്ട് ഞാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. കുറച്ച് കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു, ഒരു 10-20 കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അവരെല്ലാം വളരെ നല്ല ഫീഡ്ബാക്കാണ് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഫീഡ്ബാക്കിൽ. കാരണം ഞാൻ ആരോടും അങ്ങോട്ട് ചോദിച്ചിരുന്നില്ല, എടാ എനിക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിക്കുന്നതിന് പുറമെ ആ ക്ലാസ്സസ് കഴിഞ്ഞ ടൈം തൊട്ട് അവരെനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യാണ്, ചേച്ചി ക്ലാസ്സസ് അടിപൊളിയായിരുന്നു, മിസ്സേ ക്ലാസ് അടിപൊളിയായിരുന്നു, എല്ലാം യൂസ്ഫുള്ളായി, MCQ അങ്ങനെ വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഒത്തിരി ഫീഡ്ബാക്ക്സ്, വളരെ യൂസ്ഫുൾ ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചവരായിരുന്നു കൂടുതലും. അതിൽ 2 പേര് മാത്രമാണ് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ എന്നെ അപ്രോച്ച് ചെയ്തത്. എക്സാം എഴുതുന്ന സമയത്ത്, അതായത് ക്ലാസ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട്, ഇങ്ങനെ ക്ലാസ്സസ് എടുത്താൽ മതിയോ, ഇത്രയും ചെറിയ ഫീസിൽ ക്ലാസ് തരുന്നത് കൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ, ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കുന്നില്ലേ, അതോ ഇമ്പോർട്ടൻ്റ് ഏരിയ മാത്രം കവർ ചെയ്ത് പോകാനാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഒത്തിരി ക്വറീസാണ് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അത്രയും ടെൻഷൻ ഉണ്ട്. കാരണം ഇത്രയും ചെറിയൊരു ഫീല് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇതൊരു ഫേക്കായിട്ടുള്ള ഒരു ഇതാണോ എന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് ക്വറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ആൻസർ കൊടുത്തു, എല്ലാവർക്കും കറക്റ്റ് ഗൈഡൻസ് കൊടുത്തു, എൻ്റെ ഒപ്പം നിർത്തിയാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ അതിനകത്ത് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനേ പറ്റത്തുള്ളൂ. പഠിപ്പിക്കുന്ന കാര്യത്തിൽ 100% ഷുവറായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ പഠിക്കാനുള്ളൊരു ഡ്യൂട്ടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1-2 കുട്ടികൾ അവരുടെ എക്സാമൊക്കെ ഡിസംബർ അറ്റംപ്റ്റിലേക്ക് സ്കിപ്പ് ചെയ്തിരുന്നു. ഒരു പേഴ്സണൽ ഇഷ്യൂസ് അവരത് സ്കിപ്പ് ചെയ്തു. അതുപോലെ ചിലർക്ക് ആർട്ടിക്കിൾഷിപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കറക്റ്റ് ലീവൊക്കെ കിട്ടാത്തത് കൊണ്ട് അങ്ങനെയും കുറച്ച് പേര് സ്കിപ്പ് ചെയ്തു. അല്ലാതെ കുറേ പേര് എക്സാം എഴുതിയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് കിട്ടും. ഞാൻ എല്ലാ ദിവസവും എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ അവരെനിക്ക് ഇടുന്ന മെസ്സേജസ് ഇങ്ങനെയാണ്, ചേച്ചി പറഞ്ഞ മറ്റേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ ഞാൻ എടുത്ത 98 മാർക്സിന് ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ വെരി ഹാപ്പി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. ഞാൻ എടുത്ത അതുപോലെ 98 മാർക്കിന് വന്നു എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് അതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ 8 സബ്ജക്റ്റ് ഞാൻ തന്നെയാണ് ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അവർക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇന്ന ടൈമിൽ ഇന്ന ഒരു ഷെഡ്യൂളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ടൈം റെസ്ട്രിക്ഷൻസ് കാരണം അത് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നമ്മുടെ ഫ്രഷ് ബാച്ച്, അതായത് ഡിസംബർ അറ്റംപ്റ്റിൽ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു ബാച്ച് ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒക്ടോബർ 15 ആകുമ്പോൾ ഒരു ഗ്രൂപ്പ് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതുകയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 5 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒക്ടോബർ 15 നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സസ് എൻഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരാണ്, 2 ഗ്രൂപ്പ് എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ 30 വരെയാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡെയിലി, അതായത് ഇപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഡെയിലി 3 അവർ ക്ലാസ് കാണും, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഡെയിലി 5 അവർ ക്ലാസ് കാണും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, അതിനോടൊപ്പം പഠിക്കുക. ഞാൻ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, MCQ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരും. എല്ലാം, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാനോ ചെയ്ത് നോക്കാനോ പറയില്ല. എല്ലാം നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തരും. 30 ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത ടോപ്പിക്സ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നതുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 15 ക്വസ്റ്റ്യൻസ് ഞാൻ മിനിമം അഷ്വർ ചെയ്യാറുണ്ട്, എന്നിട്ട് പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 5 അറ്റംപ്റ്റ് പ്രീവിയസ് ഇയർ ആണ്. ഇപ്പോൾ നമ്മുടെ ജൂൺ 2023 മുതൽ ജൂൺ 2023 മുതൽ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 2025 വരെ 5 അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ 5 അറ്റംപ്റ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇൻ ഡീറ്റെയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ ബേസ് ഇല്ലാതെ വന്ന 3-4 കുട്ടികൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവരെന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് അറിയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇല്ല, ജസ്റ്റ് ജേണൽ എഴുതാനും അതുപോലെ ലെഡ്ജർ വരക്കാനും അറിയാം, അതല്ലാതെ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും അറിയില്ല, ചേച്ചി നന്നായിട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടാ, നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല, ഇനിയും നിങ്ങൾക്ക് ഡീറ്റെയിൽ പറയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം.
അവർ ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ അൺലിമിറ്റഡ് വ്യൂസ് ആണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് ഡബിൾ ടൈമോ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വ്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എത്ര തവണ ഡൗട്ട് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം സ്കിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് കാണാം. സോ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ക്ലാസ്സസ് യൂസ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് വ്യൂസ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഞാൻ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ ക്ലാസ് നന്നായിട്ട് കാണട, എത്ര തവണ വേണമെങ്കിലും കാണുക, എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ അവർ കണ്ടു. എന്നിട്ട് അവർ ഇങ്ങോട്ട് പറഞ്ഞു, ചേച്ചി ഇതിൽ തന്നെ മാക്സിമം ഡീറ്റെയിൽ പറയുന്നുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വളരെ സിമ്പിളാണ്. അക്കൗണ്ട്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്താൽ 55 മിനിറ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ വെറും 7 മിനിറ്റിൽ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് അതിൽ കൂടുതൽ എനിക്കിനി കിട്ടാനില്ല. സോ അതാണ് ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്നത്. ഈ വരുന്ന അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഞാൻ തരുന്ന ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയും ഇന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്കിപ്പോൾ October 15 അല്ലെങ്കിൽ 30 ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടിൽ ദ ഡേറ്റ് ഓഫ് എക്സാം ഞാൻ നിങ്ങൾക്ക് ഓരോ ഡെയിലി ടാർഗറ്റ്സ് തരും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ആ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഡെയിലി 3 hour ക്ലാസ് ആണെങ്കിൽ ഒരു ദിവസം 24 hours ഇല്ലടാ, അതിനകത്ത് ഒരു 6 hour ഡെയിലി മാറ്റി വെച്ചാൽ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് വരാം. അതിനുശേഷം പിന്നെ ഡ്യൂറേഷൻ ചെറുതായിട്ടൊന്ന് കൂടും. അതായത് ഏകദേശം സെപ്റ്റംബർ ഒക്കെ കഴിയുമ്പോൾ ഡ്യൂറേഷൻ കൂട്ടണം. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ 5 hour ക്ലാസ്സുള്ള ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം, ഒരു 10 hours അല്ലെങ്കിൽ പോട്ടെ ഒരു 9 hours നിങ്ങൾ ഈ ഒരു ക്ലാസ്സിനും അത് പഠിക്കാനും വേണ്ടിയിട്ട് വെക്കണം. അതുപോലെ നോട്ട് ഞാൻ തരും. നോട്ട് നിങ്ങൾ എഴുതി തന്നെ എടുക്കണം. ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് ഞാൻ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അത്രയും വാസ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നമ്മൾ പഠിക്കാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് 2 വർഷം ഉണ്ടെങ്കിലും നമ്മുടെ കോഴ്സ് തീർക്കാൻ പറ്റത്തില്ല. സോ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് ചെറിയ പോയിൻറ്റ്സ് ആക്കി മാറ്റി എല്ലാം പോയിൻറ്റ് വൈസ് ആക്കി തന്നിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ പാരഗ്രാഫ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് 2 സെൻറ്റൻസ് 3 സെൻറ്റൻസുള്ള പാരഗ്രാഫേ ആക്കിയിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളത് എല്ലാവരും യൂസ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയയ്ക്കുക. ഇപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി എൻക്വയറീസ് വന്നതിൽ തന്നെ ഒരുപാട് പേരും അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് ആ കുട്ടികളും പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് CMA പാസ്സാവട്ടെ, ഒരുപാട് പേര് CMA ഹോൾഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫഷൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഇപ്പം CA എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് പിന്നെയും ആൾക്കാർക്കറിയാം. CMA എന്ന് പറയുമ്പോൾ എല്ലാവരും CMAയോ CAയുടെ ഇതാണോ എന്നാണ് ചോദിക്കുന്നത്. CMA എന്ന് പറയുന്ന പ്രൊഫഷൻ അറിയുന്നവൾ വളരെ കുറച്ചാണ് നമ്മുടെ സൊസൈറ്റിയിൽ. സോ അതൊരു ജനറൽ ആയിട്ടുള്ളൊരു പ്രൊഫഷനായിട്ട് വരട്ടെ, എല്ലാവരും അതിൻ്റെ വാല്യൂ അറിയട്ടെ, ഒരുപാട് പേര് ഈ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യട്ടെ. സോ നമുക്ക് ഇത് മാക്സിമം പഠിച്ച് എല്ലാവരും പാസ്സാവുക. ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കിത് കിട്ടണം, എനിക്ക് ഡിസംബർ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തേ പറ്റൂ എന്ന് ഒറ്റ മൈൻഡിൽ നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി ഞാൻ എന്നെ കഴിയുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് ഇട്ടാണ് ഈ ഒരു ബാച്ച് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു ജൂൺ 2025. ആ ബാച്ചിനകത്ത് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ വളരെ കുറച്ച് ആൾക്കാരെ എക്സാം അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഡ്യൂ ടു അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ്. ഞാൻ മാക്സിമം അവരോട് അറ്റംപ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറച്ച് പേർക്ക് ആർട്ടിക്കൽഷിപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസും, പിന്നെ അല്ലാതെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമുള്ളവർ, ആക്സിഡൻറ്റ് പറ്റിയ 2 പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അറ്റൻഡ് ചെയ്തു. അവരെനിക്ക് ഡെയിലി വൈകിട്ടാകുമ്പോൾ മെസ്സേജ് ചെയ്യും, ചേച്ചി ഇങ്ങനെയായിരുന്നു എക്സാം, മിസ്സേ അടിപൊളി എക്സാം ആയിരുന്നു, എഴുതി നല്ല കോൺഫിഡൻ്റ് ആണ്, ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആവും എന്ന് എനിക്ക് മെസ്സേജ് ചെയ്തവരുണ്ട്. എക്സാമിന് പോകുന്നതിൻ്റെ തലേ ദിവസം, ലോയുടെ എക്സാമിൻ്റെ തലേന്ന് ഞാൻ എല്ലാവർക്കും മെസ്സേജ് ചെയ്തു, എടാ നിങ്ങൾ എന്തായി, പഠിച്ച് എല്ലാവരും സെറ്റായോ, ഓക്കെ ആണോ, ടെൻഷൻ ഫ്രീ ആണോ എന്ന് ഞാനൊരു മെസ്സേജ് അവർക്ക് അയച്ചപ്പോൾ അതിലൊരു കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ്, ചേച്ചി ഞാൻ എന്തായാലും ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യും, എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അക്കൗണ്ട്സ് 12 times റിവൈസ് ചെയ്തു. നിങ്ങൾ ആലോചിക്കുക, 12 times റിവൈസ് ചെയ്തു. ആ 12th time റിവൈസ് ചെയ്ത ഉടനെ ഞാൻ എക്സാമിന് പോവുകയാണ്. അതായത് എക്സാമിന് തലേന്നാണ് ഞാൻ 12th time ചെയ്തത്. ഞാൻ അങ്ങനെ 12 തവണ അക്കൗണ്ട്സ് എനിക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ ക്ലാസ് മാത്രമാണ് എനിക്ക് ഇത്രയും ഒരു ഹെൽപ്ഫുൾ ആയത്. എക്സാമിന് പോകുന്നതിന് തലേ നമ്മൾ പറഞ്ഞതാണ് ഞാൻ എക്സാം എന്തായാലും ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യും. അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ആ കുട്ടി പറയണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സസ് അവൾക്ക് അത്രയും എഫക്റ്റീവ് ആവണം, അവൾ അത്രയ്ക്ക് പഠിക്കണം, എങ്കിലല്ലേ അത് കിട്ടത്തുള്ളൂ. അക്കൗണ്ട്സ് അവൾ അത്രയും റിവൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് അതിനുള്ള ടൈം കിട്ടിയോ? തീർച്ചയായിട്ടും കിട്ടി. ഞാൻ ക്ലാസ്സസിനൊപ്പം കണ്ട് വന്ന് അത് നന്നായിട്ട് റിവൈസ് ചെയ്തു. അതുപോലെ തന്നെ ലോ ഞാൻ 4 times റിവൈസ് ചെയ്തു. ലോ എനിക്ക് വലിയ പ്രശ്നമില്ല, ഓർമ്മ നിൽക്കും. സോ ലോ ഞാൻ 4 times റിവൈസ് ചെയ്തോളൂ. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് ഞാൻ അത് 9 times റിവൈസ് ചെയ്തു. ടാക്സേഷൻ ഞാൻ 5 times റിവൈസ് ചെയ്തു. അപ്പം നമ്മൾ വിചാരിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് റിവിഷൻ നടക്കാത്തത്. നമ്മളെപ്പോലെ നമ്മളോടൊപ്പം പഠിക്കുന്ന ഒരു കുട്ടി 9 times 12 times 5 times ഒക്കെ റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിനുള്ള ഡെഡിക്കേറ്റഡ് മൈൻഡ് കൊടുത്തിട്ടല്ലേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാണ്, തീർച്ചയായിട്ടും ഞാൻ ഈ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് പോകും.
ഞാൻ ഈ അറ്റംപ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യും. സെക്കൻഡ് ഗ്രൂപ്പ് എനിക്ക് വലിയ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, ബോത്ത് എഴുതിയ ആളാണ്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് എനിക്ക് വലുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല, എങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കാം, നമുക്കത് കിട്ടത്തില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഫസ്റ്റ് ഗ്രൂപ്പ് ഐ എം ഷുവർ കിട്ടും. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോകുന്നതിന് മുന്നേ ആ കുട്ടി അങ്ങനെ പറഞ്ഞു. എക്സാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ചേച്ചി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ് അടിപൊളിയായിരുന്നു, അക്കൗണ്ട്സ് ഇങ്ങനെ ആയിരുന്നു, ലോ എല്ലാം വന്നു, 86 മാർക്കിന് ഞാൻ കൊടുത്ത ലോ അതുപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, MCQs ഉൾപ്പെടെ. അതുപോലെ ടാക്സേഷനിൽ IDT ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും 60+ കിട്ടും എന്നുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ എനിക്കതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. സോ ഇത് മാക്സിമം കുട്ടികളിലേക്ക് എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനും ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ഇനിയിപ്പോൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം വളരെ കുറവായിരുന്നു, കാരണം ക്ലാസ്സസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിലും ഐ ആം വെരി ഹാപ്പി, കാരണം എൻ്റെ ഒരു ക്ലാസ് കൊണ്ട് ഒരുപാട് പേർക്ക് യൂസായി. സോ കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യും, എഴുതും, അത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ഒറ്റ മൈൻഡിൽ അതങ്ങ് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഡെഡിക്കേറ്റഡ് മൈൻഡ് കാണാം. ആരിനി നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചെയ്താലും, ആര് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് തളർത്തിയാലും, നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ എൻ്റെ ആ ഒരു നോട്ടീസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്ത എൻ്റെ ബാച്ചിനെ പറ്റി ഞാൻ പറയുന്ന ഡീറ്റെയിൽസ്. ഇത് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് നോക്കുക. നമ്മുടെ ജൂലൈ 5-നാണ് ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ ക്ലാസ്സസ് ഇട്ടേക്കുന്നത്. അതുപോലെ നല്ല നോട്ട്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മൾ 90% കവർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട്സിനകത്ത് നമ്മൾ നമ്മുടെ പാർട്ട്ണർഷിപ്പും ജോയിൻറ്റ് വെഞ്ചറും ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്സും എടുക്കുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ ടോപ്പിക്സ്, ഇന്ന ടോപ്പിക്സ് എടുത്താൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഞാൻ എല്ലാത്തിൻ്റെയും 90% കവർ ചെയ്തിട്ടുണ്ട്. 90% എക്സാമിൻ്റെ നമ്മുടെ എങ്ങനെ സ്കോർ ചെയ്യാമെന്ന് നോക്കിയിട്ടാണ് 90% എടുത്തേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ MCQs തരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം, ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ ഡിസംബർ എക്സാം വരെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വ്യൂസും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീസ് വരുന്നത് ഇങ്ങനെയാണ്. ഗ്രൂപ്പ് 1-ന് 2500, ഗ്രൂപ്പ് 2-ന് 2500, പെർ സബ്ജക്റ്റ് വാങ്ങുവാണെങ്കിൽ 700 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഗ്രൂപ്പിന് 2500 എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര രൂപയാണ് അതിനാകെ വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഇതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഇനി കിട്ടാൻ, നമുക്കിപ്പോൾ ഏത് ക്ലാസ്സസ് ആയാലും നല്ല റേറ്റാണ്. അപ്പോൾ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വന്നതാണ്. ക്ലാസ്സസ് വാങ്ങുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ്. എല്ലാം സെൽഫ് സ്റ്റഡി ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് ക്ലാസ്സസിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് സെൽഫ് സ്റ്റഡി ചെയ്തതാണ്. അപ്പോൾ അത്രയും ഇയർ എനിക്ക് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ബാക്കിയുള്ളവർക്ക് വളരെ ചെറിയ ഫീസിൽ ക്ലാസ്സസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ കൊടുക്കും എന്നുള്ളത് എനിക്ക് മുന്നേ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡിസംബർ 2023 അറ്റംപ്റ്റിന്, അതായത് നമ്മുടെ ഈ കഴിഞ്ഞതിന് തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ്, 24, ഓക്കെ, ഡിസംബർ 2024 ആ അറ്റംപ്റ്റിൽ ഞാൻ ഫ്രീ ആയിട്ടൊരു സെഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ ഒത്തിരി പേര് പാസ്സായി. സോ അവരുടെ മോട്ടിവേഷൻ്റെ ബേസിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഞാൻ ബാച്ച് തുടങ്ങിയതും അത് ഇത്രയും നല്ല റിസൾട്ട്, നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയതും. സോ അതിൻ്റെ ബേസിലാണ് ഞാൻ വീണ്ടും ഈ ബാച്ച് കണ്ടിന്യൂ ചെയ്യുന്നത്. 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ആണെന്ന് ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. ഇത് പക്ഷേ ഞാൻ ക്ലാസ് തരും, അത് പഠിക്കാനുള്ള ഡ്യൂട്ടി നിങ്ങൾക്കാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. വോട്ടെവർ, നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ബോത്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടതെന്നും പിന്നെ ഈ കാര്യവും ചോദിച്ചാൽ മതി. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 5-ന് വെളുപ്പിന് തൊട്ട് ക്ലാസ്സസിൻ്റെ ആക്സസ് കിട്ടും. ഞാൻ ഡെയിലി ക്ലാസ്സസ് ഇട്ട് തരും. നിങ്ങളത് കാണുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സൊക്കെ കറക്റ്റ് എഴുതിയെടുക്കുക. ഫോണിലുണ്ട് അല്ലെങ്കിൽ ഞാൻ PDF പ്രിൻ്റ് എടുത്ത് വെക്കാൻ വേണ്ട, നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ, എഴുതിക്കൂടെ? സോ എഴുതുന്നതാണ് ബെറ്റർ എപ്പോഴും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ടൈമിൽ നമ്മൾ ഈ ഫോണിൽ PDF എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി കുറച്ച് റീൽസൊക്കെ കണ്ട് കുറച്ച് യൂട്യൂബിൽ ഷോർട്സൊക്കെ കണ്ട് വരുമ്പോൾ നമ്മുടെ എക്സാമിനെ അത് ബാധിക്കണം. സോ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ബുക്കായിട്ട് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ഫോമിൽ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു സോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. സോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ ഒരിടത്ത് തന്നെ എല്ലാം ഞാനിങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം നിങ്ങളിത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, CMA ഇൻ്റർമീഡിയറ്റ് എഴുതുന്ന ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഞാനിവിടെ അതിൻ്റെ ഫീഡ്ബാക്ക് കാണിക്കാം. ഇതൊക്കെ എനിക്ക് ഒത്തിരി കുട്ടികളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ്, ഞാനൊരു കൊളാഷ് ആക്കിയതാണ്.
എന്നാൽ നിങ്ങളത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊക്കെ എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ്. ഞാൻ നല്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ കിട്ടിയ ഫീഡ്ബാക്സ് ഉണ്ട്, എക്സാം കഴിഞ്ഞ് കിട്ടിയ ഫീഡ്ബാക്സ് ഉണ്ട്. ഇത് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ കോർപ്പറേറ്റ് അക്കൗണ്ട്സിനെ പറ്റിയിട്ട് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. ഞാൻ ഇൻഷുറൻസിൽ എന്താണോ കൊടുത്തത്, ഇൻഷുറൻസ് ബാങ്കിങ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ ഞാൻ കൊടുത്തത് അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഷെയർസ് ഡിബെഞ്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് ഞാൻ കൊടുത്തത് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും യൂസ് ആയതുകൊണ്ടാണല്ലോ അവരത് പറയുന്നത്. അതുപോലെ ഞാനിതിലെല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് വേണമെങ്കിൽ റീഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് എൻ്റെ ബാച്ചിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ജൂലൈ 5-നാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ടാവും. ഇനിയിപ്പോൾ എങ്ങനെ തുടങ്ങണം, എന്താ ചെയ്യണം, അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. എല്ലാവർക്കും ഉള്ളൊരു നല്ല സൊല്യൂഷനാണിത്. നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഫീസ് ഡീറ്റെയിൽസിന് അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പലരും ഫീസ് മാത്രം വീണ്ടും മെസ്സേജ് അയക്കും, എന്നിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഫീസും കൂടി ഇൻക്ലൂഡഡ് ആയ പോസ്റ്റർ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ജൂലൈ 5 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആരും നിങ്ങളെ ഡൗൺ ആക്കാൻ വന്നാലും നടക്കില്ല. നമുക്ക് പഠിക്കണം, നമുക്ക് ക്ലിയർ ചെയ്യണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു പ്രൊഫഷൻ ഹോൾഡ് ഒരു 5 മാസം നമ്മൾ കഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ആവും. ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾഷിപ്പിന് പോവാം, ഫൈനൽസിന് പോവാം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുക തന്നെ ചെയ്യും, അല്ലേ? നമ്മളിപ്പോൾ കണ്ടിന്യൂസ് വീട്ടിലിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് പോകാം, അത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പിന്നെ മാറി. പിന്നെ ഫൈനൽസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയായി, ക്വാളിഫൈഡ് ആയി. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറുകയാണ്. ഏതാണ് ബെറ്റർ? നമുക്കൊരു ചെറിയ ഏജിൽ തന്നെ നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കണോ, അതോ ഇപ്പോഴും നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ ടൈം കളഞ്ഞു പോകണോ എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വേണ്ട, സബ്ജക്റ്റ് വൈസ് മതി. എനിക്കിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ലോ അറിയാം, അക്കൗണ്ട്സ് അറിയാം, പക്ഷേ കോസ്റ്റും ടാക്സും അറിയില്ല. നിങ്ങൾ അത് രണ്ടും പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെർ സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം. മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 8-10 പേരുണ്ടായിരുന്നു മാനേജ്മെൻറ്റ് ക്ലാസ് വാങ്ങിയ. അപ്പോൾ അതിൽ ഞാൻ കൊടുത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എങ്കിലും മാനേജ്മെൻറ്റും FM-ഉം ദിസ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫായിരുന്നു, FM-ഉം മാനേജ്മെൻറ്റും. എങ്കിലും അവർക്ക് പാസ്സാകാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല എഴുതി എന്നുള്ളത് അവരെന്നോട് പറഞ്ഞു. ഞാനും സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിയതാണ്, അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഉള്ളത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയോ അല്ലെങ്കിൽ റിസൾട്ട് എന്താവും, ഞാൻ ഫെയിലാവുമോ, അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയോ ചെയ്യാതെ എന്താണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ തീരുമാനിക്കുക. ഇത്രയും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇനി എങ്ങൊന്നും ക്ലാസ് കിട്ടും എന്ന് എനിക്ക് തോന്നില്ല, അതൊരു ഗ്രൂപ്പ് ഫുള്ളായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും കൊടുക്കുക. ഞാൻ എഗെയിൻ പറയുകയാണ്, പഠിപ്പിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ, പഠിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, അത്രയും ഡെഡിക്കേഷൻ ഉണ്ട്, ആ ഒരു കോൺഫിഡൻസോട് കൂടി ഞാൻ ഈ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്ന കോൺഫിഡൻസ് ഉള്ളത് തീർച്ചയായിട്ടും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ആ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സസ് ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യും. മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കുക. ഞാൻ ഈ വീഡിയോ കുറച്ച് മുന്നേ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തതാണ്, പിന്നെ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടുപോയതാണ്. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, മാക്സിമം ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഫീഡ്ബാക്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഫർദർ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെമോ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ നോക്കിയാൽ മതി. ഞാൻ അതിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, കോസ്റ്റ് ഷീറ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ ഡെമോ ക്ലാസ് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, മാക്സിമം ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ടാക്കി മാറട്ടെ. ഇനി എല്ലാവരും റിസൾട്ട് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ, റിസൾട്ട് വരുമ്പോൾ ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് ആവും. അപ്പോൾ 2 മാസം പിന്നെയും പോവും. അതിൻ്റെ ആവശ്യമില്ല, ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കേട്ടോ. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു 90% ഹോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സസ് കണ്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ട് ഉണ്ടാവും. എൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ക്ലാസ്സസിന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്.